ഓഫീസിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വാപ്പുമാർക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് വിളിച്ചു. നേരെ ഹോസ്പിറ്റലിലോട്ട് ഞാൻ പോയി. ഹോസ്പിറ്റലിൽ കൺവിൻസ് ആവാത്തതുകൊണ്ട് ഞങ്ങൾ ഡിസ്ചാർജ് മേടിച്ചിറങ്ങിയപ്പോൾ അവർ ബില്ല് കൊണ്ട് തന്നെ ആ ബില്ലിനെ പറ്റിയുള്ള സംശയങ്ങൾ ഉന്നയിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ബില്ലിങ്ങിലെ മിസ്റ്റേക്കാണ്, ഇരട്ടി ബില്ലിട്ട് തന്നത്, എല്ലാം തിരിച്ചു തന്നിട്ടുണ്ട്. ഡോക്ടറിൻ്റെ അഡ്വൈസ് ഇല്ലാതെ ഇറങ്ങിയതും പറഞ്ഞ് വലിയൊരു എസ്സേ എഴുതി തന്നിട്ട് അവർ നമുക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന പോകും. നൈറ്റ് ബില്ലിംഗ് സെക്ഷൻ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഈ പ്രോബ്ലം വന്നത്. നാളെ മോർണിംഗ് വന്ന് ബാലൻസ് എമൗണ്ട് കളക്ട് ചെയ്യാനും കൂടെ അവർ പറഞ്ഞു. ഇവനോട് ഞാൻ പതുക്കെ പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പതുക്കെ പോകുന്നത് ഞാനും വിചാരിച്ചില്ല. ആംബുലൻസിനേക്കാളും മുന്നേ ഞാൻ ഹോസ്പിറ്റലിലെത്തിയായിരുന്നു. ICUയിലോട്ട് കൊണ്ടുവന്ന ഉടനെ മാറ്റി. ഈ കാണുന്ന തറയിലാട്ടോ വന്നിട്ട് ഞാൻ കിടന്നത്. വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ക്ഷീണം മാറ്റാനായിട്ട് നേരം വെളുത്തുടനെ പോയത് 2 പൂരി വാങ്ങി. പൂരി അതിൻ്റെ കൂടെ ഒരു കറി അവർ തന്നായിരുന്നു. ജസ്റ്റ് വിശന്നിരുന്നുകൊണ്ട് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റി. ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ നിന്ന് ഒരു കോഫിയും കൂടെ കുടിച്ച് പൂരിയും ഫിനിഷ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറേ ഓട്ടമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിത്തളർന്ന് ഒരു കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ജ്യൂസ് ഷെയ്ക്ക് മേടിച്ചു. അതും കുടിച്ചിട്ടിരുന്നപ്പോഴത്തേക്കാണ് ഉച്ചയ്ക്ക് ലഞ്ച് വന്നത്. ലഞ്ച് തളർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് നല്ല ഫുഡ് കൊണ്ടു തന്നു. അതും കൂട്ടി നല്ല രീതിയിലൊന്ന് ആസ്വദിച്ച് കഴിച്ചു. തിരക്കേറിയ ഹോസ്പിറ്റൽ ജീവിതത്തിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ നാടൻ ഫുഡ് കിട്ടുമ്പോൾ എൻ്റെ മോനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമാണ്. അതും കഴിഞ്ഞ് വീണ്ടും തിരക്കിൻ്റെ പിറകെ ഓടിക്കൊണ്ടിരുന്നു. ഓട്ടങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ നൈറ്റ് കഴിക്കാനായിട്ട് പൊറോട്ടയും മുട്ടക്കറിയാണ് മേടിച്ചത്. ബാക്കിയെല്ലാം തീർന്നു പോയായിരുന്നു. വെച്ചുകൊണ്ട് കുറച്ച് നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതിനുശേഷം ഈ സ്ഥലത്താണ് ഇന്ന് ഞാൻ കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഗുഡ് ബൈ, അടുത്ത വീഡിയോ.